അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോ ഒരുപാട് സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു ജോലി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലേ? ജോലി ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് വളരെ വിഷമം നിറഞ്ഞതാണ്. ഒരുപാട് ആളുകൾ ഇന്ന് നാട്ടിലായിട്ടും വിദേശത്തായിട്ടും ജോലി തിരയുന്നവരാണ്. പക്ഷെ ഒരുപാട് ശ്രമിച്ചിട്ടും അവർക്ക് ആ ജോലി കിട്ടുന്നില്ല. നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും ചിലർക്ക് അവർ ആഗ്രഹിച്ച ഒരു ജോലി അവർക്ക് കിട്ടുന്നില്ല. നല്ല സാലറിയോട് കൂടിയ നല്ലൊരു ജോലി എന്നത് ഓരോ ആളുകളുടെയും സ്വപ്നമാണ്. സഹോദരിമാരും സഹോദരന്മാരും ഒരുപാട് ജോലി ഇല്ലാതെ വളരെയധികം പ്രയാസം അനുഭവിക്കുന്നുണ്ട്. നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. വിദേശത്തായാലും അതുപോലെ തന്നെ നാട്ടിലായാലും നാം പഠിച്ച വിദ്യാഭ്യാസത്തിനനുസരിച്ച് ഒരു ജോലി നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഖുർആനിലുള്ള ഒരു ആയത്താണ് ഞാനിന്ന് പറയുന്നത്. ഇത് ഓതുന്നതിലൂടെ ജോലി എന്ന നമ്മുടെ ഒരു സ്വപ്നം നമുക്ക് നടക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു ആയത്താണിത്. ഏതാണ് ആയത്തെന്ന് വെച്ചാൽ സൂറത്ത് ആലിമ്രാനിലെ 73-74 ആയത്തുകളാണ്. നമുക്കതൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തുഅ്മിനൂ ഇല്ലാ ലിമൻ തബിഅ ദീനകും ഖുൽ ഇന്നൽ ഹുദാ ഹുദല്ലാഹി അൻ യുഅ്താ അഹദും മിസ്ല മാ ഊതീതും ഔ യുഹാജൂകും ഇൻദ റബ്ബികും ഖുൽ ഇന്നൽ ഫളല ബിയദില്ലാഹി യുഅ്തീഹി മൻ യശാഉ വല്ലാഹു വാസിഉൻ അലീം യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാഉ വല്ലാഹു ദൂ ഫളിലിൻ അലീം. ഈ രണ്ട് ആയത്ത് സൂറത്ത് ആലിമ്രാനിലെ 73-74 ഈ രണ്ട് ആയത്തുകൾ നമ്മൾ 21 ദിവസം തുടർച്ചയായി നമ്മൾ ചൊല്ലുക. ഓരോ നിസ്കാരത്തിന് ശേഷവും 21 ദിവസം നമ്മൾ തുടർച്ചയായി ചൊല്ലുക. എത്ര തവണയാണ് ചൊല്ലേണ്ടതെന്ന് വെച്ചാൽ 3 പ്രാവശ്യം. ഓരോ നിസ്കാരം ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ 3 പ്രാവശ്യം ഈ ഒരു രണ്ടായത്ത് നമ്മൾ ഓതുക. അതുപോലെ തന്നെ ളുഹറിനായാലും അസറിനായാലും മഗ്‌രിബിനായാലും ഓരോ നിസ്കാരത്തിലും 3 പ്രാവശ്യം നിങ്ങൾ ചൊല്ലി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ ഒരു ആയത്ത് ചൊല്ലുന്നതിന് മുന്നേ മുത്തുനബിയുടെ പേരിൽ 11 തവണ സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് ഈ ആയത്ത് 3 തവണ ചൊല്ലി വീണ്ടും മുത്തുനബിയുടെ പേരിൽ 11 തവണ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. ഈ ഒരു ആയത്ത് നിങ്ങൾ ചൊല്ലി ആത്മാർത്ഥമായി ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നാം ഓരോരുത്തരുടെയും ജോബ് എന്ന ഒരു സ്വപ്നം അള്ളാഹു തആല നടത്തി തരുന്നതാണ്. ഈ ആയത്ത് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഒന്നുകൂടെ എളുപ്പമായി തീരും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു നല്ല അറിവിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല അറിവുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.